ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ലൈഫിൽ ചതിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുണ്ടായിരുന്നത് ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണോ എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷനായിട്ടുള്ളൊരു കാര്യമാണിത്. നമ്മളുടെ കമൻസിലൂടെ പറയാറുണ്ട്, അല്ലെങ്കിൽ പേഴ്സണലി വന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്തായിരുന്നു, അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ നമുക്കിന്നിവിടെ അത് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്ത് അവരുടെ മെമ്മറീസിൽ മാത്രം ഇത് കാണുക. ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവുക നിങ്ങൾക്കൊരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നൊരു സമയത്ത് തന്നെയായിരിക്കും. അതായത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു സോഷ്യൽ മീഡിയ കണക്ഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ആദ്യം കൊടുക്കണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തോന്നിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പൊന്നും ആവാൻ യാതൊരു സാധ്യതയുമില്ല. വളരെ നോർമലൈസായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ. ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ടായിരിക്കാം അവർ വന്നിട്ടുണ്ടാവുക. അതിനുശേഷമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ ഒരു ഡെപ്തിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ തീർത്തും സാധാരണമായിട്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. മേ ബി ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിലൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രണയത്തിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിലോട്ട് പോകാനൊക്കെ വലിയ താല്പര്യമായിട്ടിരിക്കുന്ന ഒരു സമയമൊന്നും ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ നിങ്ങളൊരു ബാരിയർ ഇട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിർത്തിയിരുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ ഒരു മറയുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ. അത്ര പെട്ടെന്ന് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ എൻ്റർ ചെയ്യാനായിട്ട് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇടിച്ചു കയറിയത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഒരു എനർജി അല്ലെങ്കിൽ അത്രത്തോളം ഒരു വൈബ്രൻ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവരായിരിക്കാം ഇതിനകത്ത് കൂടുതൽ മുൻകൈ എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബാരിയർ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഡിസ്റ്റൻസ് ഇട്ടാണ് നിന്നിരുന്നത്, അത് കുറച്ചതും ഈ ഒരു പേഴ്സൺ തന്നെയായിരിക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് ക്ലാരിഫിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നിർബന്ധമായിട്ട് മേടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ആലോചിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് കൂട്ടിയപ്പോൾ ഇനി ലൈഫ് ലോങ് ഇവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. അത് ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെങ്കിലും അതിനൊരു സ്ട്രോങ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ടിൽ എൻഡ് അത് പോകണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്രയും ഒരു വിശ്വാസം തോന്നിയ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. മേ ബി അതിന് മുൻപ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരു പേഴ്സണോടും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോടും നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു ട്രസ്റ്റ് ചിലപ്പോൾ മറ്റൊന്നിനോടും നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. കാരണം അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു ലവിനെ കുറിച്ചോ ഒക്കെ ഉണ്ടായിരുന്ന എല്ലാ തെറ്റിദ്ധാരണകളും ഈ ഒരു പേഴ്സൺ മാറ്റിയിട്ടുണ്ടാവണം. നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു ടോട്ടൽ കൺസെപ്റ്റ് തന്നെ ഈ ഒരു പേഴ്സൺ മൂലം മാറിയതാവാനാണ് ചാൻസ്. അപ്പോൾ നിങ്ങളുടെ ഒരു പാസ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും മികച്ച ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോടൊപ്പം കഴിഞ്ഞ അത്രയും സന്തോഷത്തിൻ്റെ നാളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു സ്പ്രെഡുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പാസ്റ്റ് ലൈഫ് ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് തന്നെയാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം കിട്ടിയിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾ വിചാരിച്ച പോലെ ഉയർന്നു വരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതല്ല. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം. അതുപോലെ തന്നെ അത്രയും ഒരു കെയർ അല്ലെങ്കിൽ
നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും തന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് ഈ ഒരു പേഴ്സണുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു നല്ല ദിവസങ്ങൾ ചിലർക്ക് വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് മാസങ്ങളായിരിക്കാം, ചിലർക്കത് ഒരുപാട് നാൾ നീണ്ടു നിന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ മൂലം നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിപ്പിച്ച, നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചൊരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാടൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് അഷ്വറൻസ് തന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും കറൻ്റ്ലി അവർക്കത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞ വാക്ക് കംപ്ലീറ്റ് ആക്കാൻ, അത് പൂർത്തീകരിക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തീർത്തും നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് ആയിട്ട് പോകുന്നുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കറൻ്റ്ലി പോകുന്നതെങ്കിൽ പോലും നിങ്ങളാകെ അസ്വസ്ഥമായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഒരുപാട് വിഷമിച്ചിരിക്കുന്നൊരവസ്ഥയിലൂടെയാണ് കറൻ്റ്ലി നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ പേഴ്സണ് അവരുടെ ഒരു ഫോക്കസ് മറ്റൊരു കാര്യത്തിലേക്ക് മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ മുതൽ ഫുൾ ടൈം നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ മറ്റുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കായിരിക്കാം ആ ഒരു പേഴ്സൺ ഒരു പ്രൈമറി പ്ലേസ് തന്നിട്ടുണ്ടാവുക. അത്രയും കാര്യമായിട്ട് നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഈ ഒരു പേഴ്സണ് അവരുടെ ഒരു ഫോക്കസ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കോൺസെൻട്രേഷൻ മറ്റൊരു കാര്യത്തിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവർ വളരെയധികം മെച്ചുവറായിട്ട് ബിഹേവ് ചെയ്യുന്നൊരു പേഴ്സൺ ആയിരിക്കാം. ഫാമിലി റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ 10 പേര് അറിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്കൊരു സോഷ്യൽ കണക്ഷൻ ഉള്ള പേഴ്സൺ തന്നെയാണ് ഈ ഒരു വ്യക്തി. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ഫാമിലി കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആയതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു മാരേജിലേക്ക് നോക്കിയിരുന്ന 2 പേരായിരിക്കാം, അതിൻ്റെ ഒരു ഫ്യൂച്ചറിൽ മാരേജ് ചെയ്ത് പോകണം എന്ന് വിചാരിച്ച 2 വ്യക്തികളായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി ഇൻവോൾവ്മെൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റാരുടെയെങ്കിലും കൂടി ഒരു ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് കൂടി ഈ ഒരു റിലേഷൻഷിപ്പിന് വന്ന ശേഷമാണ് ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ മാറ്റം ഉണ്ടായിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സീക്രട്ടായിട്ട് കൊണ്ടുപോയിരുന്നതാണ്, മറ്റാരും അറിയിക്കാതെ നിങ്ങൾ കൊണ്ടുപോയതാണെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഘട്ടം എത്തിയപ്പോൾ മറ്റാരെങ്കിലും ഒക്കെ അറിയേണ്ടതൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിനുശേഷം മാത്രമാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പഴയ ബോണ്ടിങ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നത് തീർച്ചയായിട്ടും അതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന ശേഷം മാത്രമാണ്. അപ്പോൾ അത്രയും നാളും എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പണായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം ഹൈഡ് ചെയ്യാനായിട്ട് ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നുണ്ടാവില്ല, എല്ലാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് മറച്ചു വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാതിരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചതാവാം. ഇതെല്ലാം ഒരു പരിധിവരെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി തന്നെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് തന്നെയാണെന്ന് പറയാം. കാരണം ഈ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്തിരുന്നൊരു സമയത്ത് നിങ്ങളോടുള്ള ഒരു ലവ് അല്ലെങ്കിൽ അഫെക്ഷൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ടൊരു റെസ്പെക്റ്റ് കൂടി ഉണ്ടായിരുന്നു. അവർ നിങ്ങളെ ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാണ് കണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അറിയാമായിരിക്കാം ആ ഒരു പേഴ്സണ് നിങ്ങളെ കുറിച്ച് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ട്രസ്റ്റ് വേർത്തി ആയിട്ടുള്ള പേഴ്സൺ ആണ്, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, നിങ്ങൾക്ക് ഒരു ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നവർക്ക് ഓട്ടോമാറ്റിക്കലി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവർ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു റെസ്പെക്റ്റ് കൂടി തന്നിരുന്നു. അപ്പോൾ ഇവരൊരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ തന്നിരുന്ന ആ ഒരു വാക്ക് ബ്രേക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സമ്മതിച്ചു കൊടുക്കണം എന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ കട്ട് ഓഫ് ആക്കാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുത്താലോ എന്നൊക്കെ ഇവർ ഭയന്നിട്ടുണ്ടാവുക. അപ്പോൾ ഒരു പരിധിവരെ നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് തുറന്ന് പറയാതിരുന്നത് നിങ്ങളോടുള്ളൊരു ഭയം കൂടി കൊണ്ട് മാത്രമാണ്. കാരണം ഫാമിലിയൊക്കെയാണ് നിങ്ങൾക്കിടയിലുള്ള ഒരു തേർഡ് പാർട്ടി, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒഴിവാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു വ്യക്തിയൊക്കെയാണ് തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുള്ളതെങ്കിൽ
അവർക്ക് ആ ഒരു പേഴ്സണേയും കൂടി പരിഗണിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ, ഈ പേഴ്സൺ നിങ്ങളെ ചതിച്ചോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇവർ വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തികളാണോ എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നമുക്ക് കൺഫേംഡ് ആയിട്ട് ഇവർ തീർത്ത് മോശക്കാരാണ് എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചീറ്റിംഗ് എനർജി തന്നെയാണ് തന്നിട്ടുള്ളത്. കാരണം നിങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു ചീറ്റിംഗ് എനർജി തന്നെ ആയിരിക്കാം. കാരണം നമ്മൾ ഒരാൾക്കൊരു വാക്ക് കൊടുത്തിട്ട് ആ ഒരു വാക്കിൽ നിന്ന് പിന്മാറുക, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിശ്വാസം പിടിച്ചു പറ്റിയിട്ട് അതിൽ നിന്ന് പതിയെ മാറിപ്പോവുക എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതൊരു ചീറ്റിംഗ് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ വ്യക്തിയുടെ ആ ഒരു സാഹചര്യവും കാര്യങ്ങളും കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് അവർ അപ്പുറത്തെ സൈഡിലൂടെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്നാണ് അവർക്ക് നിങ്ങളിലേക്ക് വരേണ്ടിയിരുന്നത്. അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയധികം കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റിയത് പല കാര്യങ്ങളും ഹൈഡ് ചെയ്തു എന്നുള്ള ഒറ്റ ഫാക്ടറാണ്. അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഒളിപ്പിച്ച് വെച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ എത്രമാത്രം ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാതെ രണ്ടുപേരും ഓപ്പണായിട്ട് സംസാരിക്കുക എന്നുള്ളത് എത്രത്തോളം അത്യാവശ്യമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ആവശ്യമുള്ളൊരു കാര്യമാണ് എന്നുള്ളത് കാണിച്ചു തരുന്നൊരു സ്പ്രെഡാണിത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സെപ്പറേഷൻ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു മാനസിക വ്യത, ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി ഓപ്പൺ ആവാത്ത സാഹചര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. എപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പരസ്പരം മറച്ചു വെക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ എല്ലാം തുറന്ന് പറയാതെ ഉള്ളിനകത്ത് കൊണ്ടുകിടക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു ഈഗോയൊക്കെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് കയറി വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് വന്നിട്ടുണ്ടാവാം. കാര്യം നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ സ്നേഹത്തോടുകൂടി മുൻപോട്ട് പോരുന്ന വ്യക്തികളാണെങ്കിൽ കൂടിയും അവർ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നു എന്ന് നിങ്ങൾക്കൊരു തോന്നൽ വന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക, അവരോടുള്ളൊരു ദേഷ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഒക്കെ വന്നിട്ട് നിങ്ങളും കുറച്ച് ജാടായിട്ട് നിന്നിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾ അറിയരുത്, ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ അവർ മിണ്ടാതെയൊക്കെ ഇരുന്ന് ഒരു ഘട്ടം എത്തിയപ്പോൾ അവരും പിന്നെ ഒരു വേറെ ട്രാക്കിലേക്ക് പോയിട്ടുണ്ടാവാം. അപ്പം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിലാവാനുള്ള സാഹചര്യം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിനുമില്ലാതെ മാറിയിരുന്ന് സ്വന്തം കാര്യം നോക്കി പോരുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങളതൊക്കെ ഒറ്റയ്ക്ക് തരണം ചെയ്ത് മുൻപോട്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കൂടെ കൂടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ശേഷം നിങ്ങൾ ഇതിനകത്തൊന്ന് ഓണായി വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ ആക്റ്റീവായി വന്ന സമയത്ത് അവരായിട്ട് മാറിക്കളഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു വിശ്വാസ വഞ്ചനയ്ക്ക് നിങ്ങൾ പാത്രമായി എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ വേദന. അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു എനർജിയിൽ അവർ ചിന്തിക്കുന്നത് അവരെത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ അവർ സ്നേഹിച്ചതുപോലെ ഈ ലോകത്ത് നിങ്ങളെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല. ഇത്രയൊക്കെ സ്നേഹം തന്നിട്ടും ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾ അവരെ മനസ്സിലാക്കിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ എത്രത്തോളം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ കാണുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്നേഹത്തിന് വാല്യൂ നിങ്ങൾ കൊടുക്കുന്നില്ല. ആ ഒരു പേഴ്സണെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ മനസ്സിലുള്ള ഒരു എന്താ പറയുക, ഒരു ഇമോഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും, നോ കോൺടാക്റ്റോ ലെസ് കോൺടാക്റ്റോ ബ്രേക്കപ്പോ എന്താണെന്നുണ്ടെങ്കിലും, നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സോൾവേഴ്സ് പരസ്പരം നിങ്ങൾ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആഗ്രഹിക്കുന്നുണ്ട്, എന്താണ് അവരവിടെ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാനായിട്ട് അവർക്കും ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടി നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ചെക്ക് ചെയ്യുന്നുണ്ടാവാം, കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് പരസ്പരം പിരിഞ്ഞിരിക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൈവിട്ട് പോകുമോ എന്ന് അവർക്കും, അവർ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു പേടി നിങ്ങൾക്കും ഉണ്ട്. രണ്ട് കൂട്ടരും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിനകത്തുണ്ട്. അപ്പോൾ കാര്യം ഈ ഒരു വ്യക്തി അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, അതൊക്കെ സത്യമാണല്ലോ എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ ചിന്ത. പക്ഷെ നിങ്ങൾക്കുണ്ടായ ആ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ഇമോഷണൽ ട്രോമയെക്കുറിച്ച് ആ ഒരു വ്യക്തി ഒരുപാടായിട്ട് ആലോചിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ ഭാഗത്ത് കുറച്ച് ശരിയുണ്ടെങ്കിൽ പോലും നമുക്ക് അത്രത്തോളം ഇവരെ ന്യായീകരിച്ച് സംസാരിക്കാനായിട്ട് കഴിയില്ല. കാരണം എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു പിന്നിൽ നിന്നുള്ള കുത്തെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു പണി തന്നിട്ടാണ് ഈ ഒരു പേഴ്സൺ പോയത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം വേദനിപ്പിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് പറയാനായിട്ട് കൂട്ടാക്കിയില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ തന്നിട്ട് പോകാൻ പോലും ഈ ഒരു പേഴ്സണ് കഴിഞ്ഞിട്ടില്ല.
പല കാര്യങ്ങളും അവർ സീക്രറ്റായിട്ട് വെച്ചു, അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ ഒരു മിസ്റ്ററി ഉണ്ട്. സ്റ്റിൽ നിങ്ങൾ ഇവരിൽ നിന്ന് പല കാര്യങ്ങളും അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇവിടെ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും ഓണാവും എന്നുള്ളത് തന്നെയാണ്. എത്രയൊക്കെ ഒരു ബ്രേക്കപ്പിലാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ഇത് പഴയ പോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുമെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിങ്ങൾ ജീവിച്ചു പോകുന്നത്. ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളുടെ ലൈഫിലൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ എന്തിനു നിങ്ങളോട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ആദ്യമേ തന്നെ അറിയേണ്ടുന്ന ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലൊക്കെ ഈ ഒരു പേഴ്സണിനെ കുറ്റം പറയുന്നുണ്ടാവാം, എന്നോട് ഇങ്ങനെ ചീറ്റ് ചെയ്തിട്ട് പോയല്ലോ എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവാം. എന്നാൽ പോലും പരസ്പരം നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരുപാട് മെമ്മറീസ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചെലവഴിച്ച ആ ഒരു നല്ല നാളുകളൊക്കെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവാം. എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൻ്റെ ഓർമ്മ തന്നെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെയാണ് അവരും തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പേഴ്സൻ്റെ സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കുമുള്ളത് ആ ഒരു മിസ്സിങ് ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇവർ തിരിച്ചു വരണം, അല്ലെങ്കിൽ ഇവർ തിരിച്ചു വന്നിട്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ആഗ്രഹമല്ല, അത്രത്തോളം നിങ്ങൾ അതിനെക്കുറിച്ച് എന്താ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് അതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു നീഡാണത്, ആഗ്രഹത്തിനേക്കാൾ ഉപരിയായിട്ട്. കാരണം നിങ്ങളുടെ ഒരു സെൽഫ് വാല്യൂ അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെട്ടതുപോലെയാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത്. അത്രത്തോളം ഒരു സ്വന്തം കാര്യം നോക്കി അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റഗ്രിറ്റിയിൽ ജീവിച്ചു പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ലൈഫിലേക്ക് അവർ കയറി വന്നു, ഒരു സ്ഥാനം പിടിച്ചു പറ്റി, നിങ്ങളുടെ ആരൊക്കെയോ ആയിട്ട് അവർ മാറി. ഒരു സുപ്രഭാതത്തിൽ അവർ നിങ്ങളോട് പറഞ്ഞ എല്ലാ വാക്കുകളും മറന്ന് അവരായിട്ട് തന്നെ പോയിരിക്കുന്നു. അത് എന്ത് സാഹചര്യത്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത്രത്തോളം വിഷമിപ്പിച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ചിട്ട് ഊണില്ല എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത്. അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങളുടേതായ പ്രശ്നങ്ങളുമായിട്ട് മുൻപോട്ട് പോരുന്ന ഒരു വ്യക്തിയാണ്. അവിടെയാണ് ഇവർ കയറി വന്നിട്ട് അനാവശ്യമായിട്ട് ഇത്രയും ഒരു ആഗ്രഹമൊക്കെ തന്ന് നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തള്ളിയിട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് വേണം, നിങ്ങളത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം, പഴയതുപോലെ തന്നെ ആവണം എന്ന് തന്നെയാണ് അവരുടെയും ഒരു ഫീലിങ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഒരിക്കലും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് കളയണമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖം തരാതിരിക്കണമെന്നൊന്നും ചിന്തിക്കുന്നില്ല. തീർച്ചയായിട്ടും തിരിച്ചു വരാനായിട്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനുള്ളൊരു സമയം വരും, ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് എത്താം. അങ്ങനെ വരുമ്പോൾ നിങ്ങളായിട്ട് അവരെ ഉപേക്ഷിച്ച് കളയരുത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളവരെ മനസ്സിലാക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സ്പ്രെഡിൻ്റെ എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ ചതിച്ചോ അല്ലെങ്കിൽ ഇവർ നിങ്ങളോട് കാണിച്ചത് യഥാർത്ഥ സ്നേഹമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യഥാർത്ഥ സ്നേഹമാണ് അവർക്കുണ്ടായത്. ആ ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് അവർ നിങ്ങളുടെ കൂടെ വന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നതും. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്ത് അവസാനം വരെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അപ്പോൾ ഇവിടെയുള്ള ശരി തെറ്റുകളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ആപേക്ഷികമാണ്. കാരണം നിങ്ങളാണ് ഇവിടെ ഇത് ശരിയാണോ തെറ്റാണോ, ഈ ഒരു പേഴ്സൺ നിങ്ങളെ വഞ്ചിച്ചതാണോ, സാഹചര്യവശാൽ ചെയ്തതാണോ എന്നൊക്കെ പറയേണ്ടതിന് ഒരു അവസാന വാക്കെന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ എനർജിയാണ്. അപ്പം നമ്മളിവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സാഹചര്യം കൊണ്ട് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്നേഹക്കുറവോ കാര്യങ്ങളോ നിങ്ങളോട് ഉണ്ടായതായിട്ട് കാണുന്നില്ല. എങ്കിൽ പോലും മുഴുവൻ കാര്യങ്ങളും തുറന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂ തന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടും അല്ലെങ്കിൽ പരസ്പരം ഒരുപാട് മിസ് ചെയ്തിട്ടും സാഹചര്യവശാൽ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ രണ്ട് ധ്രുവങ്ങളിലായി പോയിരിക്കുന്ന രണ്ട് വ്യക്തികൾ എന്നാണ് നമുക്ക് ഫൈനലായിട്ട് പറയാനുള്ളത്. അപ്പോൾ പരസ്പരം കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്ന പോലെയുള്ള ആ ഒരു റീയൂണിയൻ എത്രയും വേഗം നടക്കട്ടെ എന്ന് തന്നെ നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.